ഹലോ ഓൾ, ഈ വർഷത്തെ ഓണം ബമ്പർ റിസൾട്ട് വന്നു. വിജയി ആരാണ് നമ്മളെല്ലാവരും കണ്ടു അല്ലേ? ആ ഓണം ബമ്പർ ലോട്ടറിയുടെ കുറച്ച് കണക്കുകളിലൂടെ നമുക്ക് ഒന്ന് പോയി നോക്കാം. ഗവൺമെന്റ് ഈ വർഷം വിൽക്കാൻ ഉദ്ദേശിച്ചത് ഏകദേശം 90 ലക്ഷം ലോട്ടറി ടിക്കറ്റുകളാണ്. ഓരോ ടിക്കറ്റിന്റെയും വില 500 രൂപയാണ്. എന്ന് വെച്ചാൽ ടോട്ടൽ 450 കോടി രൂപയാണ് ഈ ഒരു വിൽപ്പനയിലൂടെ കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അതിൽ ഏകദേശം 125 കോടിയോളം രൂപ 126 കോടിയോളം രൂപ പ്രൈസ് മണിയായിട്ട് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തത്. ബാക്കിയുള്ളതിൽ നിന്ന് അവരുടെ മറ്റ് ചെലവുകൾ, ഏജന്റുമാർക്കുള്ള ചെലവുകൾ എല്ലാം കഴിച്ചാൽ തന്നെ ഏകദേശം 200 കോടിയോളം രൂപ പ്രോഫിറ്റ് ആയിട്ട് കേരള ഗവൺമെന്റിന് ഈ ഒരു ലോട്ടറിയിലൂടെ തന്നെ കിട്ടും. ഓക്കെ, പക്ഷേ ഇതിനേക്കാൾ രസകരമായിട്ട് ഇതിൽ വിജയിക്കാനുള്ള സാധ്യത നമുക്കത് പരിശോധിച്ച് നോക്കാം. ഈ 90 ലക്ഷം ടിക്കറ്റുകളിൽ 4 ലക്ഷം ആളുകൾക്കാണ് സമ്മാനം കിട്ടാൻ പോകുന്നത്. അപ്പോൾ സമ്മാനം എന്ന് കേൾക്കുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും 1000 രൂപ, 2000 രൂപ, 3000 രൂപയുടെ പ്രൈസുകളാണ്. സിഗ്നിഫിക്കൻ്റ് ആയിട്ട് 1 കോടിയിൽ കൂടുതലുള്ള എമൗണ്ട് കിട്ടുന്നത് വെറും 12 പേർക്ക് മാത്രമാണ്. എന്ന് വെച്ചാൽ 90 ലക്ഷത്തിൽ 12 പേർക്കാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സമ്മാന തുക കിട്ടുക. 12 ഡിവൈഡ് ബൈ 90 ലക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.0001% ആളുകൾക്ക് മാത്രമാണ് നല്ലൊരു തുക സമ്മാനമായിട്ട് ഈ ലോട്ടറിയിലൂടെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് എത്രത്തോളം ചെറിയ നമ്പർ ആണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അതായത് 10 ലക്ഷത്തിൽ ഒരാൾ, മില്യണിൽ ഒരാൾക്ക് മാത്രമാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഈ ഓണം ബമ്പർ ലോട്ടറിയിലൂടെ ലഭിക്കുള്ളായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഏകദേശം 90 ലക്ഷം ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ലോട്ടറിയുടെ കണക്കുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.